പ്രിയപ്പെട്ട പ്രേക്ഷകർ, ദേശാഭിമാനിയിൽ എളമരം കരീം എഴുതിയ ഒരു ലേഖനമുണ്ട്. ആർക്കു വേണ്ടിയാണ് ഈ സമര നാടകം എന്ന തലക്കെട്ടോടുകൂടിയാണ് ആശാ വർക്കർമാരുടെ സമരത്തെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ടൊരു ലേഖനം എഴുതിയിരിക്കുന്നത്. ഇതാണ് ഇനി അടുത്ത വാർത്ത. ആശാ വർക്കർമാരുടെ സമരത്തെ പൂർണ്ണമായും തള്ളുകയാണ് CPM. ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിനിറക്കിയത് അരാജക സംഘടനകളാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീം. പെമ്പിളെ ഒരുമൈ സമരത്തിന് സമാനമാണ് ആശാവർക്കർമാരുടെ സമരം. കേന്ദ്ര പദ്ധതികൾ വ്യവസ്ഥകൾക്കനുസരിച്ച് നടപ്പാക്കാനേ സംസ്ഥാനത്തിന് അധികാരമുള്ളൂവെന്നും ഇളമരം കരീം ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. റഹീസ്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. CPM തുറന്നു തന്നെ തള്ളിക്കളയുകയാണ് ആശാവർക്കർമാരുടെ സമരം. പ്രതിപക്ഷം ഏറ്റെടുക്കുമ്പോഴാണ് CPM പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നത്. ആദ്യമൊക്കെ അനുഭാവപൂർവമായ നിലപാട് എന്നാണ് പറഞ്ഞിരുന്നത്. KN ബാലഗോപാൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു രാഷ്ട്രീയ പ്രേരിതമാണ് ഈ സമരം. ആ മട്ടിലാണോ CPM ഈ വിഷയത്തെ സമീപിക്കുന്നത്? ആ മട്ടിൽ തന്നെയാണ് CPM ഈ സമരത്തോട് ഉള്ള സമീപനം. ആശാവർക്കർമാരുടെ സമരം 15-ാം ദിവസത്തിലെത്തിയപ്പോൾ ഒരു ചർച്ചയിലേക്ക് പോലും കടക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുക. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിൽ കേന്ദ്ര കമ്മിറ്റി അംഗവും CIT-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഇളമരം കരീം എഴുതിയ ലേഖനത്തിലാണ് അരാഷ്ട്രീയവാദികളുടെ ഒരു സമരമായി ആശാവർക്കർമാരുടെ സമരത്തെ കുറ്റപ്പെടുത്തുന്നത്. ഒപ്പം ഇവർക്ക് വ്യാമോഹം നൽകി, ഇവരെ ആശകളെ ആരൊക്കെയോ ആശിപ്പിച്ചു എന്നർത്ഥം വരുന്ന വ്യാമോഹം നൽകി എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് ഇവരുടെ ഓണറേറിയം കൂട്ടാൻ ഇടപെടാനാവില്ല. സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന PSC വഴി, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ജോലിക്ക് കയറുന്നവരുടെ കാര്യത്തിലാണ് ശമ്പളവും മറ്റ് ആനുകൂല്യം നൽകാൻ കഴിയൂ എന്ന നിലപാടും കൂടി അദ്ദേഹം എടുക്കുന്നുണ്ട്. പക്ഷേ ആശാ വർക്കർമാരുടെ ജീവിത സാഹചര്യം മോശമാണ് എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. ഇതിൽ തുടക്കത്തിൽ KN ബാലഗോപാൽ എടുത്ത രാഷ്ട്രീയ പ്രേരിതമായ ഒരു സമരം എന്ന നിലപാടിലേക്ക് CPM എത്തിയിരിക്കുന്നു. അത് പുറത്ത് പറയുകയും ചെയ്യുന്നു എന്നതാണ് ഇന്നത്തെ ലേഖനത്തിൻ്റെ പ്രസക്തി. കാരണം പ്രതിപക്ഷ സംഘടനകൾ, സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ളവരൊക്കെ വളരെ ന്യായമാണ് ഇവരുടെ സമരം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സമരത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള CPM-ന്റെ ഒരു നിലപാട് വരുന്നത്. ഇവിടെ ഇവരുടെ കോർഡിനേഷൻ, കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ കോർഡിനേഷൻ യോഗങ്ങളും മറ്റും നടക്കുകയാണ്. ഒറ്റ മിനിറ്റ്, നിങ്ങളുടെ സമരം അരാഷ്ട്രീയ സമരമാണ് എന്നതാണ്. ആയിക്കോട്ടെ, അതിനെന്താ പ്രശ്നം? ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വേതനം നൽകണമെന്നാണ്. അത് രാഷ്ട്രീയമാണോ അരാഷ്ട്രീയമാണോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. ഞങ്ങൾ ഉയർത്തിയ ഡിമാൻഡ് ശരിയാണോ അല്ലയോ എന്നുള്ളത് മാത്രം ഗവൺമെൻറ് പരിഗണിച്ചാൽ മതി. 7,000 രൂപയ്ക്ക്, അത് മാനദണ്ഡങ്ങളോടുകൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു മാസത്തെ ഓണറേറിയം 6,300 5,100 രൂപയൊക്കെയാണ്. സർക്കാർ ഇങ്ങനെ കള്ളം പറയുന്ന ഏജൻസിയായി മാറുന്നത് CPM തുറന്നെതിർക്കുകയാണ്. മുന്നോട്ട് പോക്ക് ബുദ്ധിമുട്ടിലാവുമോ? കാരണം അവർ ചർച്ചയ്ക്ക് പോലും സന്നദ്ധമായിട്ടില്ല എന്ന് മാത്രമല്ല, CIT ജനറൽ സെക്രട്ടറിയുടെ ലേഖനമാണ് എന്നൊരു പ്രത്യേകത കൂടി. ശരി, ഞങ്ങളെ അതൊന്നും ബാധിക്കുന്നില്ല. കാരണം ഇത് 27,000-ഓളം വരുന്ന ആശമാരുടെ ഒരു ജീവിത പ്രശ്നമാണ്. ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ അതിനെ പിന്തുണയ്ക്കുകയും ന്യായമായ ഒരു ആവശ്യമാണ് ഇവിടെ ഉയർത്തിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് CPM എനിക്ക് പറയുന്നത്? അവർ ഈ ലേഖനത്തെ ഒരു തരത്തിലും മുഖവിലക്കെടുക്കുന്നില്ല. ഞങ്ങളുടെ സമരവുമായി മുന്നോട്ട് പോകും.